എല്ലാവർക്കും D4 ഡാന വ്ളോഗിലേക്ക് സ്വാഗതം. ഗായ്സ്, അപ്പോൾ അങ്ങനെ നമ്മുടെ 4ാമത്തെ ഡേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ സ്കൂളിൻ്റെ 3ാമത്തെ ദിവസമാണ് നമ്മുടെ കലോത്സവത്തിന്. നമ്മുടെ വ്ളോഗിൻ്റെ 4ാമത്തെ ഡേ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രിക്ക് മൊത്തത്തിൽ പുകിലായിരുന്നു. കാരണം നമ്മുടെ കുട്ടികളുടെ നാടൻ പാട്ടൊക്കെ കഴിഞ്ഞപ്പം 2:30 ആയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ വന്നുകൊണ്ട് നമുക്ക് വേഗം ഭാഗ്യത്തിന് നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1:30 ആയപ്പോൾ നമ്മുടെ സ്കൂളിലെത്തി. അങ്ങനെ സ്കൂളിലെത്തി കഴിഞ്ഞ് നമ്മൾ വന്ന അവിടെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഫോണൊക്കെ ചത്തുപോയായിരുന്നു. എന്നിട്ട് ഫോണൊക്കെ ഇന്ന് രാവിലെ പിന്നെ ചാർജൊക്കെ ചെയ്ത് അത്യാവശ്യം ഇച്ചിരി ശതമാനം ചാർജാണ് എൻ്റെ ഫോണിലുള്ളൂ. ഇനി എപ്പോൾ അത് തീരാന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മളിപ്പോൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണുള്ളത്. അപ്പം സമയം എത്രയായി? സമയം 10:17 ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ പൈങ്കിളീൻ്റെ മിമിക്രിയും അതേപോലെ തന്നെ ലളിതഗാനവും ഗാനമേള ഇന്ന് നമ്മുടെ സ്കൂളുണ്ട്. അപ്പം ഇന്നത്തെയും കൂടി നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈങ്കിളീൻ്റെ പാർട്ടിസിപ്പേഷനൊക്കെ ഇന്ന് ഓവറാവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നാളെയും കൂടി നമ്മുടെ എന്താ പറയുക കലോത്സവത്തിൻ്റെ ഡേ ആണ്, 18-ാം തീയതി. അപ്പോൾ ഇന്ന് 17-ാം തീയതി ആണല്ലോ. അപ്പോൾ നമ്മളിനി സ്കൂളിലേക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്കൂൾ ബസ്സൊക്കെ വന്നു പോയി കഴിഞ്ഞു, കാരണം ഇത്രയും ലേറ്റ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വണ്ടി സ്കൂളിൽ നിന്ന് നമ്മുടെ സാറുമാരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്മ എന്നിട്ട് കുറച്ച് കുട്ടികളും പിന്നെ ആരൊക്കെയൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പം നമ്മളിത് നേരെ എങ്ങോട്ട് പോവാണ്? കുളത്തൂർ സ്കൂളിലേക്ക് വീണ്ടും പോകാൻ വേണ്ടി പോവാണ്. അപ്പം ലെറ്റ്സ് ഗോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വൈബുകൾ നമുക്ക് ഏതൊക്കെയാന്നൊക്കെ നോക്കാം. എല്ലാം കണ്ടറിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗായ്സ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ ബസ്സാണ് നമുക്കപ്പോൾ വന്നിരിക്കുന്നത്. അയ്യോ, നമ്മുടെ നേരെ വരുന്നത്. ഓ ലെറ്റ്സ് ഗോ. ഭയങ്കര വെയിലാണ് ഗായ്സ്. അപ്പോൾ നമ്മുടെ ബസ് ഇതേ ഒന്ന് റൗണ്ട് അടിക്കുകയാണ് നമ്മുടെ സ്കൂളിന് ചുറ്റും. അപ്പോൾ റൗണ്ട് അടിച്ച് ശരിക്കും അടിക്കുമേ. നമ്മുടെ ബസ് ഏതാ? ബസ് അവിടെ ആരൊക്കെ ഇറക്കാൻ പോയതാണ്. ഭയങ്കര വെയിലാണ്, സഹിക്കാൻ പറ്റില്ല ഗായ്സ്. എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് ഗായ്സേ. ആ പുളിമരത്തിന്റെ ചവിട്ടിൽ പോയിട്ട് ഉള്ള പുളിയൊക്കെ എൻ്റെ കാലയിൽ ഒട്ടിപ്പിടിച്ച്. ഇവിടെ ബസ് ഗവൺമെന്റ് LPS കുളത്തൂർ നമുക്ക് ഇവിടെ ബസ്സിൽ കയറാൻ പോവാം. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ വിമല ഹൃദയ സ്കൂളിൽ നിന്ന് നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക് നമ്മുടെ പങ്കൻ്റെ പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. നമുക്ക് കയറാം ഗായ്സ്. അപ്പം നമ്മൾ നമ്മുടെ ബസ്സിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ നാടൻപാട്ടിൻ്റെ കുട്ടികളുടെ നാടൻപാട്ട് ഇന്നലെ 2:30 കഴിഞ്ഞുകൊണ്ട് തന്നെ അവർ നമ്മുടെ സ്കൂളിലെത്തിയപ്പോൾ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം എല്ലാവർക്കും പാർട്ടിസിപ്പേഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ഇന്ന് സ്കൂളിലേക്ക് നമ്മൾ നേരെ പോകാൻ പോകുന്നത്. നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക്. അങ്ങനെ നമ്മുടെ ബസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി നമ്മൾ ഓൺ ദ വേ നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. നമ്മുടെ പൈകൾ നമ്മുടെ തൊട്ട് ബാക്കിലാണ്. പിന്നെ ബാക്കിയുള്ള കുട്ടികളും പാരൻസൊക്കെ ബാക്കിലൊക്കെ ഭയങ്കര എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ്. അപ്പോൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം ഫുഡിൻ്റെ സമയം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നല്ല വിശക്കൊന്നുണ്ട് എല്ലാവർക്കും, ഇതൊരു വിഷയമാണ്. നമുക്ക് നേരെ സ്കൂളിലേക്ക്. അങ്ങനെ നമ്മളിത് നമ്മുടെ ബസ്സിലിരുന്ന് നമ്മുടെ കുളത്തൂർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇന്നും നമ്മുടെ ഡേ അടിപൊളി ഡേ ആയിരിക്കും, നമുക്ക് എന്തായാലും ഉറപ്പുണ്ട്. അപ്പം ഈ ദിവസങ്ങളിലെ വൈബൊക്കെ സൂപ്പർ വൈബായിരിക്കും. ഇത് നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു വൈബ് നടക്കാൻ പോകുന്നേ ഇല്ല. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ സെറ്റ് വൈബാക്കി മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ നമ്മുടെ കുളത്തൂർ സ്കൂളിൽ നമ്മളിപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ സ്കൂള് ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ അയ്യപ്പ സ്വാമീൻ്റെ അടുത്ത് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് വേണം നമുക്ക് സ്കൂളിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ അയ്യപ്പ സ്വാമീൻ്റെ അടുത്ത് തന്നെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ സ്കൂളിലേക്ക് നേരെ നടക്കാവേ. അപ്പോൾ ഇതേ അയ്യപ്പ സ്വാമി ചിരിച്ചുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മമ്മേനെയും പൈകളിലേക്ക് വെയിറ്റ് ചെയ്ത് അവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നമ്മുടെ സ്കൂളിലേക്ക് നമ്മളിനി ഇതാ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഏകദേശം 10:00 കൂടി നമ്മുടെ സ്കൂളിലിപ്പം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും സ്കൂളിലേക്ക് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ രാവിലെ 8 മണിക്ക് ശേഷം എല്ലാവരും കൊടുക്കും നമ്മുടെ സ്കൂളിൽ നിന്ന് കേട്ടോ. അപ്പം ആ ടൈമിലല്ല, നമ്മളിപ്പോൾ നല്ല ലേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല വിശക്കുന്നുമുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഫുഡിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. എന്തായാലും എല്ലാവർക്കും വിശക്കുന്നുണ്ടല്ലേ ഗായ്സ്, വിശത്തിൻ്റെ കുടൽ കരഞ്ഞു ഗായ്സ്. അപ്പോൾ നമ്മൾ ഫുഡിൻ്റെ സ്ഥലത്ത് പോയി നോക്കിയ ടൈമിൽ അവിടെ ഫുഡില്ലാന്ന് ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ഞങ്ങൾ ടെൻഷനായി പോയിട്ടോ. ഇനിയിപ്പോൾ വിശന്ന് നമ്മൾ പോകേണ്ട വരുമെന്നൊന്നും അറിയില്ല. ആ ടൈമിലാണ് നമ്മുടെ കുട്ടികളുടെ വട്ടപ്പാട്ടിൻ്റെ മത്സരം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി വരാൻ ഓർക്കുകയാണ്. അപ്പോൾ ഇവിടെ കുച്ചിപ്പുടീൻ്റെ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും കുട്ടികളൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കാര്യം ഓർത്ത് നല്ലൊരു ടെൻഷൻ
എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ജസ്റ്റ് വട്ടപ്പാട്ടിൻ്റെ സ്ഥലത്തേക്കും കൂടി ഒന്ന് പോയിട്ട് വരാമെന്ന് ഓർക്കുകയാണ്. ആ ടൈമിൽ പൈങ്കിളി കലിവെട്ട് വരുവാണ്, കാരണം പൈങ്കിളിനെ കൂട്ടാതെ പോയെന്നും പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടാകും. അങ്ങനെ നമ്മൾ വട്ടപ്പാട്ട് നടക്കുന്ന സ്റ്റേജിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ഇതേ സ്റ്റേജ് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ പൈങ്കിളിൻ്റെ മിമിക്രി മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന ടൈമിൽ ഒരുപാട് കുട്ടികൾ വട്ടപ്പാട്ടിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ടീമുകൾ നമ്മുടെ വട്ടപ്പാട്ടിനായിട്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. അപ്പം എന്താ പറയുക, നമ്മുടെ ഫുഡ് എന്തായാലും നമുക്ക് അവർ തരാതിരിക്കില്ല, കാരണം നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഫുഡ് അവർ എടുത്തു വെച്ചിട്ട് എന്തായാലും ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൽ നമ്മൾ വന്നതുകൊണ്ട് തന്നെയാണ്, അപ്പം അതൊക്കെ നോക്കേണ്ടത് നമ്മുടെ സ്കൂളിൻ്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതോർത്തും നമുക്കൊരു ടെൻഷനും വേണ്ട. അങ്ങനെ നമ്മൾ വട്ടപ്പാട്ട് നടക്കുന്ന സ്റ്റേജിലേക്ക് വന്നപ്പോൾ അടുത്ത ടീം മത്സരിക്കാനുള്ള കുട്ടികളൊക്കെ ഇതേ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ജസ്റ്റ് നോക്കി, അവരുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടല്ലോ, അടിപൊളിയാണ്. എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ. അങ്ങനെ നമ്മൾ സ്റ്റേജിലേക്ക് ഇതാ പ്രവേശിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു ടീമിൻ്റെ വട്ടപ്പാട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും കുട്ടികളൊക്കെ ചിരിച്ചുകൊണ്ടിരുന്ന് നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ജനങ്ങളും ഉണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവേ. ഗായ്സ്, അപ്പോൾ നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളുടെ വട്ടപ്പാട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ടീമിൻ്റെയും കൂടി വട്ടപ്പാട്ട് ഓൾറെഡി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ വട്ടപ്പാട്ടിന് കാണണം. അപ്പോൾ ഇതേ വേറെ 2-3 ടീമിലുള്ള കുട്ടികളൊക്കെ ഇതിവിടെ ഇപ്പോൾ വട്ടപ്പാട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ ആ ടൈമിലാണ് ദയവായിട്ട് നമുക്ക് പ്രസാദം കൊണ്ടു തന്നത്. മുമ്പിലിരിക്കുന്ന ഒരു ചേച്ചി നമുക്ക് നമ്മുടെ കണ്ണൻ്റെ അമ്പലത്തിൽ നിന്നുള്ളൊരു അടിപൊളി പ്രസാദം കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തൊടാനായിട്ട്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ ചന്ദനം തൊട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് രാവിലെ വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് ദയവായിട്ട് കൊണ്ട് തന്ന പോലെ ആ ചേച്ചി നമുക്കിതേ അടിപൊളി പ്രസാദം കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതേ മമ്മയ്ക്കും തൊട്ട് കൊടുത്തു, അതുപോലെ ഞാനും തൊട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ ദൈവം കൊണ്ട് തന്നു തന്നെയാണെന്നാണ് ഗായ്സ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ പൈങ്കിളി ഇതാ ഇവിടെ നമ്മുടെ ചന്ദനം തൊട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൈങ്കിളിക്ക് മാവാറ്റയ്ക്കൊക്കെ ചന്ദനം ചെറുതാക്കി തൊടുന്നതാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് എങ്ങനെ തൊട്ടാലും കുഴപ്പമില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ അത് കഴിഞ്ഞ പാടെ നമ്മുടെ സ്കൂളിലത്തെ കുട്ടികളുടെ ആയിരുന്നു വട്ടപ്പാട്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. എന്തായാലും നമ്മുടെ കുട്ടികളെല്ലാവരും ചിരിച്ചോണ്ട് നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം ഗായ്സ്. അപ്പോൾ നമ്മുടെ വട്ടപ്പാട്ട് പഠിപ്പിച്ച സാറാണ് ഇവിടെ ഇരുന്ന് കൈയൊക്കെ കൊട്ടിക്കാണിച്ച് കുറേ എക്സ്പ്രഷൻസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചിരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ നമ്മളെ പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കുട്ടികൾ ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയാണ് അവിടെ കാഴ്ച വെച്ചത് കേട്ടോ. കാരണം നമുക്ക് പറയാതെ ഇരിക്കാൻ പറ്റില്ല ഗായ്സ്. എന്തായാലും നമ്മുടെ കുട്ടികൾ വട്ടപ്പാട്ട് സൂപ്പറായി പെർഫോം ചെയ്തു. കാരണം അവർ വട്ടപ്പാട്ട് തുടങ്ങുന്ന തൊട്ട് അത് അവസാനിക്കുന്നതോടെ വരെ ചിരിച്ചുകൊണ്ടും എനർജറ്റിക് ആയിട്ടാണ് ചെയ്തത്. നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല സപ്പോർട്ട്, ഓഡിയൻസ് സപ്പോർട്ടും കുട്ടികൾക്ക് എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ സൂപ്പറായി പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ കുറേ കുട്ടികളും മണവാളന്മാരൊക്കെ ഇതേ ഒരുങ്ങി നിൽപ്പുണ്ട് നമ്മുടെ വട്ടപ്പാട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഒത്തിരി മണവാളന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ് നമ്മൾ എന്തായാലും സന്തോഷത്തോടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ടാണ് ഗായ്സ് ഇപ്പോൾ ഈ നിൽക്കുന്ന കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ അടിപൊളിയായി കഴിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കിനി നമ്മുടെ വയറ് നിറയ്ക്കാനായിട്ട് പോവാം. എൻ്റെ വയറ്റിൽ കിടന്ന് കോഴിക്കുഞ്ഞും ഡൈനോസറും എല്ലാം കിടന്ന് തലമുറ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി മതിയേ. കാരണം വിശന്ന് കഴിഞ്ഞാൽ ഞാനൊരു പുലിയാണ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ അല്ല കേട്ടോ. അപ്പോൾ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയുള്ള ഗായ്സ് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ നമുക്കൊരു ചായ മാത്രമാണ് കിട്ടിയത് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ദൈവമേ, ചായ മാത്രം കഴിച്ച് നമ്മൾ വിശപ്പടക്കാമെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയിട്ടോ. അപ്പം അമ്മയും പറഞ്ഞു ഇതെന്താ ചായയാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ ടീച്ചറെ വിളിച്ച് പറഞ്ഞ് ഇഡ്ഡലി പോരേന്ന്. അപ്പോൾ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. അപ്പോൾ നോക്കുമ്പോണ്ട് നമുക്ക് അവർ ഇഡ്ഡലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ പാത്രമൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ അടുക്കളയിലേക്ക്, നമ്മുടെ കുളത്തൂർ സ്കൂളിൻ്റെ അടുക്കളയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയും പിന്നെ സാമ്പാറായിരിക്കും എന്തായാലും. അപ്പോൾ ഇഡ്ഡലി സാമ്പാർ എടുക്കാൻ വേണ്ടി നമ്മളിതേ അടുക്കളയിലേക്ക് കിടന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അടുക്കളയിൽ എല്ലാവരും
എല്ലാവരും തന്നെ വളരെ തിരക്കായിരുന്നു. കാരണം എല്ലാവരും ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കലാണ്. അപ്പോൾ ഒരു സാറാണ് നമുക്ക് ഇഡ്ഡലിയൊക്കെ ഇത് എടുത്തും വിളമ്പിയൊക്കെ തന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയതിൽ വളരെ സന്തോഷിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇതേ ഇഡ്ഡലിയും സാമ്പാർ തിന്നുവേണം. അപ്പോൾ ഒപ്പം നമ്മുടെ ചായയും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് എന്തായാലും നമ്മുടെ വയറ്റിലേക്ക് നമ്മുടെ ഡൈനോസറിനും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എന്തായാലും ഫസ്റ്റ് ബൈറ്റ് ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ പാടെ നമുക്ക് ഉള്ളിവടയും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വാ, അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കൈയൊക്കെ കഴുകി വായൊക്കെ കഴുകി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയോ ഗൈസ്? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത് എങ്ങോട്ടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൈങ്കിളിക്ക് നമ്മുടെ ഗാനമേളൻ്റെ പ്രാക്ടീസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, പ്രാക്ടീസ് വെച്ചേക്ക് നമ്മുടെ സ്റ്റേജ് 2-ലാണ്. അപ്പോൾ അത് ഒരുപാട് ദൂരെയാണ് ഗൈസ്. അപ്പോൾ നമ്മളിത് നടന്ന് നീങ്ങി നമ്മുടെ നാടൻപാട്ടിൽ എന്ന സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നാടകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയേ. അപ്പോൾ കുട്ടികളുടെ നാടകം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ കുറച്ച് നേരം നിന്ന് കണ്ടിട്ട് നമ്മുടെ ഗാനമേളൻ്റെ പ്രാക്ടീസ് നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് ഇനി പോകുവാണ് കേട്ടോ. അപ്പോൾ അത് ഇവിടുന്ന് കുറച്ച് നമ്മൾ താഴേക്ക് നടക്കണം. അവിടെയാണ് നമ്മുടെ ഗാനമേള പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാവേ. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോവുകയാണ്. അപ്പോൾ പൈങ്കിളിൻ്റെ കോമ്പറ്റീഷൻ ഇത് കഴിഞ്ഞ അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ബ്രേക്കിനാണ് നമ്മൾ വേഗം വന്നേക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗാനമേള നോക്കിയിട്ട് പോയിട്ട് വരാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ പൈങ്കിളിക്ക് ഫസ്റ്റ് ഉള്ളത് നമ്മുടെ മിമിക്രിയാണ്, അതിനുശേഷം ലളിതഗാനം. അപ്പോൾ ഏകദേശം മിമിക്രി ലളിതഗാനം അടുത്തടുത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ ഒരു പട്ടിക്കുട്ടൻ നമ്മളെ നോക്കി വാലാട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഭയങ്കര സ്നേഹമുള്ളവനാണെന്ന് അവൻ്റെ കണ്ണിൽ നമുക്ക് കണ്ടറിയാം. ആ വഴി നോക്കുമ്പോഴാണ് നമ്മുടെ മണവാളൻ നമ്മുടെ വട്ടപ്പാട്ടിൻ്റെ മണവാളൻ ചിരിച്ചോണ്ട് മണവാളനായി അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. മുഖത്ത് ഉള്ളിൽ നിന്നുള്ള ചിരിയാണ്. ഇതേ ചിരിയായിരുന്നു ഇവിടെ വട്ടപ്പാട്ടിൽ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം. കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 11:30-ക്കാണ് കഴിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഏകദേശം 12 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ഗാനമേളൻ്റെ പ്രാക്ടീസുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൈങ്കിളിക്ക് മിമിക്രിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ 12:30-ക്കാണ്. അപ്പം നമുക്ക് ഇച്ചിരി ടൈമേ ഉള്ളൂ ഗാനമേള പ്രാക്ടീസ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വേഗം നോക്കിയിട്ട് വേഗം പോകാമെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പങ്കൻ്റെ പ്രാക്ടീസൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും പൈങ്കിളിയും നമ്മൾ 3 പേരും ഇതാ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളി ഇതേ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൊച്ചിനെ അവിടേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ അവർ ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. അപ്പോഴാണ് പൈങ്കിളി ഒരു സാധനം അവിടെ കണ്ടുപിടിച്ചത്. എന്താണെന്നറിയാമോ? കണ്ടോ ഗായ്സ്, നമ്മുടെ ട്രോഫീനെ നമ്മൾ നമ്മുടെ സാറിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സാറ് അവരൊക്കെ ഈ റൂമിലായിരുന്നു ഇന്നലെയൊക്കെ രാത്രി ഉറങ്ങിയിരുന്നത്. അപ്പം അവരുടെ റൂമിൽ അവർ നല്ല സേഫാക്കി കൊണ്ടുവച്ചിരിക്കുകയായിരുന്നു. എന്തായാലും ട്രോഫി കണ്ടതിൽ പൈങ്കിളിക്ക് ഭയങ്കര സന്തോഷമായി. ട്രോഫീൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്രോഫി ഇതേ സൈഡാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും സേഫായിട്ടാണ് നമ്മുടെ ട്രോഫിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ പൈങ്കിളി ഇനി ഗാനമേള പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേ അവിടെ ഒരു സ്റ്റൂൾ ഉണ്ടായിരുന്നു, അതിനെ പൊക്കത്ത് കയറിയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇതേ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എടുത്ത് വെച്ച് നമ്മുടെ ഗിറ്റാർ, അതുപോലെ തന്നെ ബീറ്റ് ബോക്സ്, പിന്നെ നമ്മുടെ കീബോർഡ്, അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് അവരിനി ഗാനമേള പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ആ ടൈമിലാണ് കുറച്ച് മക്കൾ വന്ന് അവിടെ എന്തൊക്കെയോ തമാശകളൊക്കെ പറഞ്ഞ് ചിരിക്കുന്നതും കളിക്കുന്നു ഓടുന്നു ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ ടൈം ഒട്ടും തന്നെ വേസ്റ്റ് ചെയ്യാതെ വേഗം തന്നെ അവർ ഗാനമേള പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ഗാനമേള എങ്ങനെയുണ്ടെന്നൊന്ന് കേട്ട് നോക്കാം അല്ലേ. അപ്പോൾ സത്യം പറയാലോ, നമ്മുടെ മക്കളെ സത്യം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാൻ എനിക്ക് വാക്കുകളില്ല. അത്ര നന്നായിട്ടാണ് അവർ പാടുന്നതും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നതും. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ്, ആക്ച്വലി ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കലോത്സവത്തിലൊക്കെ നമ്മൾ കാണാത്ത ഒരു പരിപാടിയാണ് നമ്മുടെ ഗാനമേള അല്ലേ. ഒന്ന് എടുത്ത് നോക്ക്. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന ടൈമിലായാലും ഞാനിതുവരെ ഗാനമേള എന്ന് പറഞ്ഞിട്ടൊരിത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ടെക്നിക്കൽ സ്കൂൾ കലോത്സവം എടുത്ത് കഴിയുമ്പോഴാണ് ഗാനമേള എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി എന്തായാലും കാണുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും ഇവരുടെ പരിപാടി ഭയങ്കര ഇഷ്ടമായി. ഗായ്സ്,
അപ്പോൾ ഇവരെന്തായാലും ഇവരുടെ മത്സരം നടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ അടിപൊളിയായി പ്രാക്ടീസ് ചെയ്യുന്നു. അവരുടെ ഒപ്പം ഞാനും പാടുന്നുണ്ട്. കാരണം പൈങ്കിളി നമ്മുടെ ഗാനമേള പ്രാക്ടീസ് ചെയ്യുമ്പോൾ പൈങ്കിളിക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൈങ്കിളിക്ക് പറഞ്ഞ് കൊടുത്ത് എന്താക്കി ഞാനും അങ്ങനെ പാട്ട് പഠിച്ചു കേട്ടോ. ആണ്. അപ്പോൾ അവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പങ്കൻ്റെ മിമിക്രി രജിസ്ട്രേഷന് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ കുട്ടികളോട് എല്ലാവരോടും ഞാൻ അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് നമ്മളിനി പങ്കന രജിസ്ട്രേഷനുമായിട്ട് മുകളിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ശുഭമംഗളമായി അവസാനിച്ചിട്ടുണ്ട്. എന്തായാലും പൈങ്കിളിക്ക് സത്യം പറഞ്ഞാൽ ഗായ്സ് ഒരു കാര്യം ഓർത്ത് ഒരു ടെൻഷനും ഇല്ല. സാധാരണ നമുക്കൊക്കെ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ടെൻഷൻ എന്തായാലും ഉണ്ടായിരിക്കില്ല. പക്ഷേ പൈങ്കിളിനെ എടുത്ത് നോക്കുന്ന ടൈമിൽ പൈങ്കിളിക്ക് അങ്ങനത്തെ ഒരു ഇതും ഇല്ല കേട്ടോ. എന്തായാലും അത് ഭയങ്കര തന്നെയാണ് തന്നെയാണ്. അങ്ങനെ നമ്മളിതേ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി രജിസ്ട്രേഷൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല വെയിലും ഉണ്ട്. അതാണ് ഭയങ്കര സീനായിട്ടുള്ളത്. നമ്മുടെ അടുത്ത് കുടയില്ല, വട്ടിയില്ല, ഒരു തലയില്ല. അങ്ങനെ നമ്മൾ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് നമ്മുടെ വട്ടപ്പാട്ട് നടന്ന നമ്മുടെ സ്റ്റേജിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോഴും കൂടി നമ്മുടെ വട്ടപ്പാട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സ്കൂളിൽ നിന്ന് ഒരുപാട് കുട്ടികളുടെ വട്ടപ്പാട്ടിൻ്റെ മത്സരം ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ പോയി വന്നിട്ടും ഇതുവരെ ആയിട്ടും നമ്മുടെ വട്ടപ്പാട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം 12:30ക്കാണ് പൈങ്കിളിക്ക് മിമിക്രി രജിസ്ട്രേഷനുള്ളത്. അപ്പോൾ 12:30 ആയി നമ്മളിവിടെ എത്തിയിട്ട്, എന്നിട്ടും വട്ടപ്പാട്ട് ഇതുവരെ തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഓരോ മത്സരങ്ങളും കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് അടുത്ത മത്സരങ്ങൾ വയ്ക്കാനായിട്ട്. അപ്പോൾ 10 മിനിറ്റ്സാണ് നമ്മുടെ ഈ വട്ടപ്പാട്ടും ഗാനമേളയെല്ലാം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമുക്ക് ഇതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കുട്ടികളുടെ വട്ടപ്പാട്ടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മളെ ഒരു സാറ് വിളിച്ച് പറഞ്ഞത് രജിസ്ട്രേഷൻ കുറച്ച് സമയത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്യും, അപ്പം നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേദി 1 വന്നിട്ട് അവിടെ നമ്മുടെ ഭരതനാട്യത്തിൻ്റെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അത് കണ്ട് ആസ്വദിക്കാമെന്ന് ഓർത്ത് നമ്മൾ വേദി 1 വന്ന് അവിടെ ഇരിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ ഭയങ്കര വെയിലത്ത് നടപ്പ് തന്നെയാണ്. അങ്ങനെ മമ്മ ഒരു ടവലൊക്കെ എടുത്ത് പൈങ്കിളിൻ്റെ തലയിലേക്ക് ഇട്ടൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ സൂര്യനൊന്ന് കാണിച്ചുതരാം. സൂര്യൻ ഇതേ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ വേദി 1 വന്നിട്ട് ഇവിടെ ഇരിക്കാമെന്ന് ഓർത്ത് നമ്മൾ അവിടെ ഇരിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇതേ നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ വന്നും പോയി അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അപ്പം എന്തായാലും ഇവിടെ കാര്യം ഫാനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും കാര്യമൊന്നുമില്ല, ഭയങ്കര ചൂടാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് തണുപ്പ് സഹിച്ച് ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മിമിക്രി നടക്കുന്ന സ്റ്റേജിൻ്റെ തൊട്ട് താഴെയുള്ള ഗാർഡനിൽ വന്നിട്ട് ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഇച്ചിരി പീസ് ഏരിയയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമ്മൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ പൈങ്കിളിൻ്റെ കഴുത്തിൽ കിടക്കുന്ന നമ്മുടെ പാർട്ടിസിപ്പേഷൻ ടാഗ് നോക്കുന്ന ടൈമിൽ പങ്കൻ 4 ഐറ്റംസിനല്ലേ ഉള്ളത്. അപ്പം അതിലിപ്പോൾ ശാസ്ത്ര സംഗീതം മാത്രമാണ് ഇന്നലെ ഓവറായിട്ടുള്ളൂ. ഇനി ബാക്കി 3 കൂടി കൊച്ചിന് ഇന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കിയ ടൈമിൽ മിമിക്രിക്കായിട്ടുള്ള കുട്ടികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. 12:30 എന്നൊക്കെയാണ് ടൈം കൊടുത്തേക്കുന്നത്. ഇപ്പം സമയം വന്നിട്ട് 12:45 ആയിട്ടുണ്ട്. അപ്പം 12:45 പൈങ്കിളിക്ക് വേറൊരു സ്റ്റേജിൽ ലളിത ഗാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേറൊരു ടെൻഷനും കൂടിയുണ്ട്. അപ്പോൾ പൈങ്കിളിക്ക് ഇവിടെ ഈ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ അപ്പുറത്ത് ആ മത്സരത്തിന് പൈങ്കിളിക്ക് കുറച്ച് ലേറ്റായിട്ട് ചെന്നാലും സീനൊന്നുമില്ല. കാരണം ഇവിടെ ഈ മത്സരം നടക്കുന്ന കാര്യം അവിടെ അറിയിച്ചു കഴിഞ്ഞാൽ പൈങ്കിളിക്ക് ലേറ്റായിട്ട് ചെന്ന് കഴിഞ്ഞാലും അവിടെ പൈങ്കിളിക്ക് എന്തായാലും അവരോടെ പഠിപ്പിക്കും കേട്ടോ. അപ്പോൾ വേറൊരു സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേറൊരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്.
തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ലളിതഗാനം തുടങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടൊരു രക്ഷയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പൈങ്കിളിനെ രജിസ്ട്രേഷൻ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറെ കുറേ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൈങ്കിളിക്ക് വേറൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ കളിച്ചിരി തമാശകളൊക്കെ ഉണ്ട്, വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാമേ. അപ്പോൾ സാർ അവിടെ പേരൊക്കെ വിളിച്ച് ഓരോരുത്തരായിട്ട് പറഞ്ഞ് ചെസ് നമ്പറൊക്കെ എടുപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പൈങ്കിളിക്ക് കിട്ടാൻ പോകുന്ന ചെസ് നമ്പർ നമുക്ക് എന്താ നോക്കി കളയാട്ടോ ഗായ്സ്. അങ്ങനെ പൈങ്കിളിൻ്റെ പേരെഴുതി അവിടെ സൈനൊക്കെ ചെയ്യണം നമ്മൾ. അങ്ങനെ പൈങ്കിളിക്ക് രജിസ്റ്റർ നമ്പർ സോറി ഗായ്സ്, നമ്മുടെ ചെസ് നമ്പർ ഇത് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 311 ആണ് പൈങ്കിളിക്ക് നമ്മുടെ ചെസ് നമ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കൊച്ചെന്തൊക്കെയോ ആലോചിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പൈങ്കിളിക്ക് നമ്മൾ ചെസ് നമ്പർ ഇതേ പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നമ്മുടെ സ്റ്റേജിലേക്ക് നടക്കുകയാണ് ഗായ്സ്. അപ്പം നമ്മുടെ പൈങ്കിളിയാണ് രണ്ടാമതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അങ്ങനെ ബാക്ക് സ്റ്റേജിൽ വന്നിട്ട് ഇനി ഇവർ ഈ ചെയറിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പൈങ്കിളിനെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മളിനി സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൈങ്കിളിക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവിടെ നിന്ന് ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈങ്കിളിയും അങ്ങനെ ഫ്രണ്ടും കൂടി വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പൈങ്കിളിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ആ കുട്ടിയുടെ അടുത്തും ഞാൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മേൻ്റെ അടുത്ത് നിന്ന് പൈങ്കിളി അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊന്ന് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൈങ്കിളിക്ക് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന ഓരോ കുട്ടികൾക്കും. അപ്പോൾ നമ്മുടെ പൈങ്കിളിനെ കൂടുതലുള്ള ഫ്രണ്ടിന് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഹായ് പറയാനെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടി ഒരു ഹായ് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരോട് നമ്മൾ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയിരിക്കാൻ ഓർക്കുകയാണ്. എന്നാലാണ് നമുക്ക് വീഡിയോ ഒക്കെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനും മമ്മിനെ ഫ്രണ്ടിൽ തന്നെയുള്ള 2 ചെയറിൽ ഇപ്പോൾ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ ജഡ്ജസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ജഡ്ജസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇൻ്റർവ്യൂ ചെയ്ത സാറും ജഡ്ജായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജഡ്ജസ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഗേൾസിൻ്റെ ആണ് മിമിക്രി കോമ്പറ്റീഷൻ, അതിന് ശേഷമാണ് ബോയ്സിൻ്റെ ഉണ്ടാവുക ഗായ്സ്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം കുട്ടികളൊക്കെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവരിപ്പോൾ നമ്മുടെ ജഡ്ജസിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അങ്ങനെ ഫസ്റ്റത്തെ കുട്ടി ഇത് വന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് ശേഷം നമ്മുടെ പൈങ്കിളിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം ഗായ്സ്. അങ്ങനെ നമ്മുടെ പൈങ്കിളി ഇതാ എത്തിക്കഴിഞ്ഞു. വയനാടിന്റെ ചുരുമല മുണ്ടക്കൈ സ്മരിച്ചുകൊണ്ട് ഇനിയുള്ള പ്രഭാതം ഇങ്ങനെയായിക്കോട്ടെ. ആദ്യമായി പ്രഭാതം. ഗായ്സ് അങ്ങനെ നമ്മുടെ പൈങ്കിളി വളരെ കോൺഫിഡൻസോട് കൂടി നമ്മുടെ മിമിക്രി എല്ലാം ചെയ്യുന്നുണ്ട്. ഭാഗ്യത്തിന് അവൻ മറന്നു പോകാതിരുന്നാൽ മതിയായിരുന്നു. ചില ജീവികൾ. ആദ്യമായി പെൻഗ്വിൻ. ഇന്ത്യൻ കുക്കു. സീൽ. അങ്ങനെ 3 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് ഉണ്ടായിരുന്ന മിമിക്രി 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ പൈങ്കിളി പറഞ്ഞു തീർത്തതാ ഓടിച്ചാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓടിച്ചാടിയെന്നെല്ലാം പതുക്കെ വന്ന് മന്ദമാണ് പൈങ്കിളി വന്നത് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് പൈങ്കിളി ഒന്നും മറന്നൊന്നും പോയില്ല, അത് തന്നെ വലിയ കാര്യം. അങ്ങനെ നമ്മുടെ പൈങ്കിളി എല്ലാം നമ്മുടെ മിമിക്രി എല്ലാം പറഞ്ഞു കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ റിസൾട്ട് എന്താണെന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പം ഇനി ഒരുപാട് കുട്ടികൾ മിമിക്രി പറയാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. പൈങ്കിളിക്ക് ഇനി ഇത് കഴിഞ്ഞ പാടെ നമ്മുടെ ലളിതഗാനമാണുള്ളത്. അപ്പോൾ അതിനും കൂടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം. അങ്ങനെ ഓരോ കുട്ടികളായിട്ട് വന്നിട്ട് നമ്മുടെ മിമിക്രി പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. വ്യത്യസ്തമായ സൗണ്ടുകൾ ചിലർ മാത്രമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും തന്നെ ഏകദേശം ഒരേപോലത്തെ സൗണ്ടുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും ചെയ്തൊരു സ്ക്രിപ്റ്റ് വൈസാണ് ചെയ്തുകൊണ്ടിരുന്നതും. അതുപോലെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം വ്യത്യസ്തമായ സൗണ്ടുകൾ നമുക്ക് ചിലരിൽ നിന്ന് മാത്രമാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളും തന്നെ മിമിക്രി ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ റിസൾട്ടിനാണ് നമ്മളിനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ചില കുട്ടികളൊക്കെ നോക്കിയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് നമ്മുടെ ജഡ്ജസിൻ്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നത്. എന്താ അവസ്ഥ
അവസ്ഥ ഏതാ അവസ്ഥ ഒന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമുക്കിനി നമ്മുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ റിസൾട്ട് എന്താവും ഏതാവും എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. അപ്പോൾ പൈങ്കിളിയും അമ്മയും കൂടി ലളിതഗാനത്തിൻ്റെ സ്റ്റേജിലേക്ക് പോയേക്കുവാണ്. ഞാൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. മിമിക്രി ഗേൾസിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഒന്ന് രണ്ട് ചെറിയ പാളിച്ചകളുണ്ടെങ്കിൽ തന്നെയും അത് കണക്കാക്കാതെ എല്ലാം ഗ്രേഡ് കൊടുക്കുകയാണ്. ഗായ്സ്, അപ്പോൾ ഒരു സന്തോഷ വാർത്ത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പെർഫോം ചെയ്ത എല്ലാ കുട്ടികൾക്കും A ഗ്രേഡാണ് കിട്ടിയിരിക്കുന്നത്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഒരു കുട്ടികൾക്കും ഒരു വിഷമത്തിൻ്റെ ഒരാവശ്യമില്ല. എന്തായാലും അടിപൊളി റിസൾട്ട് തന്നെയാണ്. അങ്ങനെ റിസൾട്ടിന് ശേഷം ഞാൻ വേഗം നമ്മുടെ മമ്മേൻ്റെ പൈലിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ വേദി 5 അപ്പം മഞ്ഞെന്നാണ് വേദി 5ൻ്റെ പേര്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മുടെ പൈങ്കിളിൻ്റെ ലളിതഗാന മത്സരം ഉള്ളത് കേട്ടോ. ഗായ്സ്, ഇപ്പോൾ പൈങ്കിളിക്ക് ഇത് ചെസ് നമ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5, 6, 8 ആണ് ഇപ്പോൾ അങ്ങനെ ചെസ് നമ്പർ വന്നിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ ഒരു കുട്ടി പാടുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഇനി പൈങ്കിളിൻ്റെ ടേൺ ആണെന്നാണ് പൈങ്കിളി പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതെന്തുകൊണ്ട് നന്നായി. അപ്പോൾ നമുക്ക് പങ്കൻ്റെ പാട്ട് കേട്ട് നോക്കാവേ. അപ്പോൾ അതാ പങ്കനെ ചെസ് നമ്പർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പൈങ്കിളി ലളിതഗാനം വളരെ ലയിച്ചാണ് പാടിയത്. ജഡ്ജസിനെയൊക്കെ കയ്യിലാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അവരവിടെ ഇരുന്ന് താളം പിടിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. ഗായ്സ്, അപ്പോൾ ലളിതഗാനത്തിന് കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ലളിതഗാനത്തിൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ് ഇഷ്ടം പോലെ കുട്ടികൾ നമ്മുടെ ലളിതഗാനം പാടാനായിട്ടും ഉണ്ടാകും. അത് ഭയങ്കര സ്പെഷ്യലാണ്. പൈങ്കിളിൻ്റെ ലളിതഗാനത്തിൻ്റെയും പാർട്ടിസിപ്പേഷൻ ഇവിടെ ഓവറായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പങ്കൻ്റെ 2 ഐറ്റംസ് ഇന്നിവിടെ ഓവറായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഇന്നലത്തെ ശാസ്ത്രീയ സംഗീതവും കൂടി കൂട്ടി 3 ഐറ്റംസ് ഇവിടെ ഓവറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ ഉള്ളത് പങ്കൻ്റെ ഗ്രൂപ്പ് ഐറ്റമായ നമ്മുടെ ഗാനമേളയാണ്. അപ്പോൾ പൈങ്കിളിക്ക് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഐറ്റത്തിനും കൂടി കൂടായിരുന്നു. കൊച്ചു പക്ഷേ കൂടിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് വെയിറ്റ് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മൾ പൈങ്കിളിൻ്റെ ലളിതഗാനം കഴിഞ്ഞ അവിടെ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഒപ്പം ഒന്ന് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പായസവും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് നേരെ പോകാൻ പോകുന്നത് പൈങ്കിളിക്ക് വീണ്ടും ഗാനമേളൻ്റെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ആഫ്റ്റർ ഫുഡ് നമ്മൾ നടന്ന് നമ്മുടെ VHSൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് നടന്ന് പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അവർ രാവിലെ ഓൾറെഡി ഒന്ന് പ്രാക്ടീസ് ചെയ്തതായിരുന്നു. അപ്പം ഒന്നും കൂടി അവർക്ക് ഉറപ്പ് വരുത്തണം തോന്നി കാണുമായിരിക്കും. എന്തുകൊണ്ടും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ പ്രാക്ടീസ് ഓവറായാലും പ്രോബ്ലം അല്ലേ. അപ്പോൾ എന്തായാലും അവർ സ്കൂളിൽ നിന്നൊക്കെ അടിപൊളിയായി പ്രാക്ടീസ് ചെയ്തിട്ട് അതുപോലെ തന്നെ മുമ്പ് പ്രാക്ടീസ് ചെയ്തപ്പോഴും പിള്ളേർ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നമുക്ക് പോയി നോക്കാവേ. അപ്പം നമ്മൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ പോകുവാണ്. അപ്പം ഇവർക്ക് കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ വൈറ്റ് എന്തെങ്കിലും ടീഷർട്ട് കേട്ടോ. വൈറ്റ് ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസ്. അപ്പോൾ ഇഷ്ടമുള്ള ജീൻസ് ഏതെങ്കിലും ഇടാം. അപ്പോൾ അവരുടെ കോസ്റ്റ്യൂം അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൈങ്കിളി ഇത് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനും അമ്മ ഇത് അവിടെ സൈഡായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ കളിച്ചിരി തമാശകളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്താ ഏതാന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പൈങ്കിളി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളിൻ്റെ അടുത്ത് 2 മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 6 മുട്ട കുറച്ചുകൊണ്ട് വന്നതൊന്നുമല്ല. അപ്പം ഇത് ആക്ച്വലി ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പം അതിങ്ങനെ കിളിന്ന് കിളുങ്ങും. അപ്പോൾ പൈങ്കിളിക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു പാട്ട് പാടുന്നതിനിടയ്ക്ക്.
പൈങ്കിളി ഇതൊന്ന് താളം പിടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണമെന്ന് കുട്ടികൾ പറഞ്ഞ് പങ്ങൻ്റെ കയ്യിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൈങ്കിളി ജസ്റ്റ് അതും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ അടിപൊളി ഒരു തമാശ നടക്കുന്നത് കണ്ടത് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഗിറ്റാറിൻ്റെ പിക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഗിറ്റാർ ഡാൻസ് ഒന്നും അല്ല കേട്ടോ, ആ പിക്ക് എടുക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ്. അപ്പൊ സത്യം പറഞ്ഞത് കണ്ടിട്ട് ഞാനും അമ്മ ഒരുപാട് ഇരുന്ന് ചിരിച്ചു കേട്ടോ. അപ്പൊ ഞാനാണ് ആ സ്ഥാനത്തെങ്കിലും ഞാനും ആ കുട്ടി ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുള്ളൂ. എങ്ങനെയൊക്കെയോ കുലുക്കിച്ചടിച്ച് നമ്മുടെ ഗിറ്റാറിന്റെ പിക്ക് അവർ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും കുട്ടികളൊക്കെ പ്രാക്ടീസ് അത് നടക്കട്ടെ. അപ്പൊ ഞാനും അമ്മ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഈ സ്കൂളിന്റെ വരാന്തയിൽ കൂടെ ഒന്ന് ചുറ്റി കാണുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടികളിരുന്ന് ഓരോന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെണ്ട, അതുപോലെ തന്നെ കുറേ കുട്ടികളൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി തോന്നി. കാരണം രാത്രിക്ക് കുറേ നേരം അവർക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് വന്നവർ ഈ ടൈമിൽ റെസ്റ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞ പാടെ പിന്നെ എഴുന്നേറ്റ് അടുത്തത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പം എന്താ പറയുക, നമ്മൾ ഈ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ ഓരോ കാര്യങ്ങളിങ്ങനെ കാണുമായിരുന്നു. അതൊക്കെ നമ്മളിങ്ങനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പം കുട്ടികൾ ഉറങ്ങുന്നു. അങ്ങനെ എല്ലാം പങ്കൻ്റെ പ്രാക്ടീസൊക്കെ ശുഭമംഗളമായി കഴിഞ്ഞപ്പോഴാണ് കൊച്ചിൻ്റെ ഷൂലേസ് കഴിഞ്ഞത്. ഷൂലേസ് കഴിഞ്ഞപ്പോൾ ആരാ കെട്ടി കൊടുക്കണേന്ന് കണ്ടോ? മമ്മയാണ്. കൊച്ചിൻ്റെ പരിപാടി നോക്കിക്കേ. ഗായ്സ്, അപ്പൊ നമ്മൾ അപ്പുറം ഇപ്പുറം ചാടിയിട്ടുണ്ട് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ഫസ്റ്റത്തെ ഐസ്ക്രീമാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ? ഫസ്റ്റ് ഐസ്ക്രീം അല്ലേ? നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് ബാക്കി കാര്യം നോക്കാം. എക്സൈറ്റ് ഗായ്സ്. അപ്പൊ ഞാനും അമ്മയും കപ്പാണ് എടുത്തത്. അപ്പോൾ പൈങ്കിളി അപ്പം ഐസാണ് ഗായ്സ് എടുത്തത്. അപ്പം നമുക്കിത് കഴിക്കാം. നമ്മളങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഐസ്ക്രീമാണ് ഗായ്സ്. അപ്പം ഇന്ന് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൈങ്കിളിക്ക് ഇന്ന് പാർട്ടിസിപ്പേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നിനും നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പൈങ്കിളി ഇന്ന് ഫ്രീ ആയിട്ട് വേണേൽ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ പോകാം. ഫുള്ള് ഇന്ന് നെട്ടോട്ടം അല്ലായിരുന്നോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോഴാണെന്ന് നെക്സ്റ്റ് ഒന്ന് ഫ്രീ ആയത് കേട്ടോ. അപ്പോൾ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിനി പൈങ്കിളിൻ്റെ ഗാനമേള പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്ക് നമുക്ക് പോകണം. അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട്. പൈങ്കിളിക്ക് നമ്മുടെ ഗാനമേളേൻ്റെ കോസ്റ്റ്യൂം ഇടാനുണ്ട്. അപ്പോൾ അതിനാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. അപ്പോഴാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കാമെന്ന് ഓർത്തത് കേട്ടോ. അങ്ങനെ പൈങ്കിളി ഇതാ നമ്മുടെ കോസ്റ്റ്യൂം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ടീഷർട്ടും പിന്നെ പങ്കൻ ഷെയ്ഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നടക്കുകയാണ് ഗായ്സ്. എങ്ങോട്ടാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാനമേള പ്രാക്ടീസ് ചെയ്യുന്നിടത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് നടക്കാം. അപ്പോഴാണ് എൻ്റെ അടുത്ത് നിന്ന് പിന്നു ചാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിന്നും എടുത്തിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും കയ്യിലുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അങ്ങനെ പങ്ങൻ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളി പ്രാക്ടീസ് ചെയ്യുകയാണ്. ആ ടൈമിൽ ആ ബിൽഡിങ്ങിൻ്റെ താഴെ കുറച്ച് കുട്ടികളൊക്കെ നിന്ന് നമ്മുടെ ബോളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ആ ബോൾ വന്ന് തെറിച്ച് ഞങ്ങളുടെ മുഖത്തിരിക്കുമെന്ന് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു പേടി ഇല്ലാതെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഗായ്സ്. ആ ടൈമിലാണ് നമ്മുടെ പൈങ്കിളിക്ക് സമ്മാനദാനം തുടങ്ങിയെന്ന് അറിഞ്ഞ പാടെ നമ്മൾ അവിടെ നിന്ന് ചാടി വന്നത്. അപ്പോൾ വന്ന പാടെ അടുത്ത ഐസ്ക്രീമും കൂടി നമ്മൾ കഴിക്കുകയാണ്. അപ്പോൾ പൈങ്കിളി ഈ പ്രാവശ്യം കപ്പും വാങ്ങി ഞാനും അമ്മയും ബാർ ഐസ്ക്രീമും വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ നമ്മുടെ പൈങ്കിളിക്ക് ഇനി സമ്മാനദാനം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ വെച്ചാണ് എങ്ങനെ വെച്ചാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതാണ് നമ്മുടെ സമ്മാനം കൊടുക്കുന്നതിൻ്റെ ഏരിയ. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറേ കുട്ടികളും കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വന്നപ്പോഴാണ് ഒരു സാർ ഇവിടെ ഒരാളെ നോക്കിയിട്ട് വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാർട്ടൂണിൻ്റെ രീതിയിലാണ് അവിടെ ഡ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും നോക്കി നിൽക്കണം. അപ്പോൾ ലൈവായിട്ട് ഒറ്റയടിക്ക് വരയ്ക്കുന്ന പിക്ചറല്ലേ. അപ്പോൾ അത് ഭയങ്കര കഴിവ് തന്നെയാണ് നമ്മൾ ഈ ഒറ്റയടിക്ക് നോക്കി വരയ്ക്കാമെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ സാറ് ഇതേ കുറേ ആൾക്കാരെയൊക്കെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വരച്ച പിക്ചറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിക്ചർ വരച്ചത് കാണാൻ കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വാക്കുകളില്ല പറയാൻ, സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ ഇതിന് ശേഷമാണ് നമ്മുടെ സമ്മാനദാനം തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ മൊത്തത്തിൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ സാറന്മാരെയൊക്കെ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുട്ടികളെയും അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എല്ലാവരും തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കേട്ട പാടെ നമ്മൾ ഓടിയെത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. അപ്പം ഇന്ന് നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പൈങ്കിളിന് ഇതേ സമ്മാനം കൊടുക്കാനായിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പൈങ്കിളിക്ക് ഇതേ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പൈങ്കിളിക്ക് ഇതേ സർട്ടിഫിക്കറ്റും അതേപോലെ തന്നെ ട്രോഫി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പൈങ്കിളി വളരെ സന്തോഷത്തോടുകൂടി സർട്ടിഫിക്കറ്റും ട്രോഫിയും വാങ്ങിയിട്ടുണ്ട്.
ഗായ്സ്, അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ അനൗൺസ് ചെയ്ത സാറ് നമ്മുടെ പൈങ്കിളിന്റെ പേര് തെറ്റിച്ച് പറഞ്ഞു. കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് വായിക്കുന്നവരൊക്കെ അത് എപ്പോഴും പേര് തെറ്റിച്ച് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ പേര് തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ ദേഷ്യം അതുപോലെ ചിരിയാണ് വന്നത് കേട്ടോ. അപ്പോൾ പേര് തെറ്റിച്ചാൽ ഭയങ്കര ദേഷ്യം വരും കേട്ടോ. അങ്ങനെ പൈങ്കിളിക്ക് ട്രോഫി കിട്ടിയ സന്തോഷ പ്രകടനങ്ങളാണ് ഗൈസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം സമ്മാനം വാങ്ങാത്തവർക്കൊക്കെ സമ്മാനം അവർ ഓഫീസിലേക്ക് കൊണ്ടുപോകും. അപ്പം പിന്നെ അവരുടെ അടുത്ത് പോകുന്നവർക്ക് അവർ സമ്മാനം എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഏറ്റവും നല്ലത് ഇത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സമ്മാനദാനമൊക്കെ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ സമ്മാനമൊക്കെ വാങ്ങാനുള്ളതൊക്കെ വാങ്ങി. അങ്ങനെ നമ്മളിനി പൈങ്കിളിൻ്റെ ഗാനമേളയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേദി 2 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മൊത്തത്തിൽ നമുക്ക് മുകളിലേക്കും താഴേക്കും പോക്കും വരവും തന്നെയാണ് ഗായ്സ്. അങ്ങനെ നമ്മളിത് വേദി 2 എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഗായ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗാനമേള ഫാസ്റ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് സ്കൂളിലെ കുട്ടികളുടെ ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം തന്നെ ഗാനമേള ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നേരത്തെ തുടങ്ങുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്നാണ് ഗായ്സ് ഞാനും പറയുള്ളൂ. അപ്പോൾ നമ്മുടെ പൈങ്കിളിയും പങ്കൻ്റെ ടീമും ഒക്കെ സെറ്റായിട്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും അടിപൊളിയായിട്ടാണ് ഗാനമേള കാഴ്ച വെച്ചത് കേട്ടോ. പറയാൻ വയ്യ, വാക്കുകളില്ല. അങ്ങനെ നമ്മുടെ പൈങ്കിളി ഇനി ഗാനമേളയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത് വന്ന് പങ്കൻ ടാറ്റായും ബായ് അനുഗ്രഹമൊക്കെ വാങ്ങി ഉമ്മയൊക്കെ തന്നിട്ടാണ് പൈങ്കിളി പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പങ്കൻ വന്നെ കെട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പൈങ്കിളിനെ ടാറ്റ ബായ് പറഞ്ഞു വിട്ടു. അപ്പം ഇനി നമ്മളെ പങ്കൻ്റെ ഗാനമേളയാണ് ഗായ്സ് നമ്മളിനി കാണാൻ വേണ്ടി ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പങ്കൻ്റെ ഗാനമേള എങ്ങനെയാണ്, എന്താണ് അവർ പ്രാക്ടീസ് ചെയ്ത പോലെ ആണോ, എന്താ അവസ്ഥ ഒന്നും നമുക്കറിയില്ല. എന്തായാലും മക്കൾക്ക് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഗാനമേള കാണാൻ വേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ ഗായ്സ്, ലെറ്റ്സ് സീ. അപ്പോൾ ഇവർക്ക് ശേഷം പിന്നെ നമ്മുടെ പങ്കൻ്റെ ടീമാണ്. ഗായ്സ്, അപ്പോൾ നമ്മുടെ പൈങ്കിളിൻ്റെ ടീം വന്നവിടെ മൊത്തത്തിൽ കൂവലും കാറിലും കയ്യടി എന്താ പറയാ മൊത്തം പ്രോത്സാഹനമായിരുന്നു ഗായ്സ്. വേറൊരു വിഷയമുണ്ട്, നമ്മുടെ പൈങ്കിളി നിൽക്കുന്ന കോല നിങ്ങൾ നോക്ക്, കൈയൊക്കെ എളി കുത്തി നിൽക്കുന്ന കൊച്ചിനോട് കൈ താത്താൻ പറഞ്ഞിട്ട് താത്തണ്ടേ. ഗായ്സ്, അപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ 4% ചാർജ് ഉള്ളൂ. അപ്പോൾ ഇവരുടെ വീഡിയോ മുഴുവൻ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ പൈങ്കിളിൻ്റെ ടീമിൻ്റെ പാട്ട് സെലക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഗാനമേള കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ടെൻഷനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫ് ആവുന്നുള്ളൊരു നല്ല ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. അമ്മേൻ്റെ ഫോൺ ഓൾറെഡി ഓഫായി. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കാര്യം ഓർത്ത് എനിക്ക് നല്ലൊരു ടെൻഷനുണ്ട്. എന്തായാലും കുട്ടികൾ നന്നായിട്ട് പെർഫോം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ കുട്ടികൾ ഏകദേശം 4 പാട്ടുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മുടെ ഗാനമേള സെറ്റാക്കിയിട്ടുണ്ടായിരുന്നുള്ളത് കേട്ടോ ഗായ്സ്. അതുപോലെ തന്നെ സ്വരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് നമ്മുടെ പൈങ്കിളിൻ്റെ ടീമിലുള്ള കുട്ടികൾ പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല പ്രോത്സാഹനമായിരുന്നു കുട്ടികൾക്ക്. നീയാണോ നീയാണോ നീ എന്റെ പെണ്ണാണോ എത്തുന്നതെന്നാണോ
ഗായ്സ് ആക്ച്വലി ഇവരുടെ പാട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൻ്റെ അവസ്ഥ കാരണം എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം എൻ്റെ ഫോണ് ഇപ്പം ചാവും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ മുഖത്ത് ഞാൻ അതൊന്നും കാണിക്കുന്നില്ല. അപ്പം എനിക്കിത് ഇവരുടെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഫുൾ അവസ്ഥയായിരുന്നു, ചാർജ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ ഫോണിൽ 2% ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവരുടെ വീഡിയോ ഫുൾ എടുത്തില്ലെങ്കിൽ എനിക്കത് വളരെ വിഷമമാകും. അതുകൊണ്ട് തന്നെ ഞാൻ ലുബ്ധിച്ചുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഗായ്സ്. ഗായ്സ് എന്തായാലും നമ്മുടെ കുട്ടികളുടെ ഗാനമേളയ്ക്ക് ഓഡിയൻസ് സപ്പോർട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സപ്പോർട്ടായിരുന്നു എല്ലാവരും. അപ്പം നമ്മുടെ ടീച്ചേഴ്സും കുട്ടികളും അല്ലാതെയുള്ള എല്ലാവരും തന്നെ ബാക്കിലായിട്ട് ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ ഫ്രണ്ടിൽ തന്നെയാണ് ഇരുന്ന് നമ്മുടെ കുട്ടികളെ പാട്ട് കേൾക്കുന്നത്. അപ്പം എല്ലാവരും ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ ഗായ്സ്. ഏകദേശം നമ്മുടെ ഗാനമേള ഇവിടെ എൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ലാസ്റ്റത്തെ പാട്ടാണ് ഇവരിപ്പോൾ പാടിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫോണിൽ ചാർജിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് കണ്ടാലോ ഗായ്സ്. അപ്പോൾ 1% ആണ് ലെഫ്റ്റ് ഉള്ളൂ. അപ്പോൾ ഇനി എന്താവും അറിയത്തില്ല, ഫോൺ ഇപ്പം തന്നെ ചാവും. അങ്ങനെ നമ്മുടെ പൈങ്കിളി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പൈങ്കിളി നമ്മുടെ അടുത്തേക്ക് വന്ന പാടെ കുറേ കുട്ടികൾ പൈങ്കിളിനെ വിളിച്ച് പേരെന്താണ്, നന്നായി പാട്ട് പാടി, വ്ളോഗറാണോ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് ക്വസ്റ്റ്യനുകൾ പങ്കനോട് ചോദിച്ച് പൈങ്കിളിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഫാൻസ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ ഗായ്സ്. അപ്പം പങ്കനിപ്പോൾ ആരാധകരെ ശാന്തരാഘവെന്ന് പറയേണ്ട അവസ്ഥയായി പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പൈങ്കിളിനെ വിളിച്ച് പങ്കനോട് കൺഗ്രാറ്റ്സ് പറയുകയാണ്. അപ്പോൾ ആ കാഴ്ചകളാണ് ഗായ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും പൈങ്കിളിൻ്റെ വോയിസ് ഇഷ്ടമായി, പാടിയത് ഇഷ്ടമായി. എന്തായാലും പൈങ്കിളിനെ മൊത്തത്തിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഓരോ കുട്ടികളും പൈങ്കിളിനെ അടുത്ത് വിളിച്ച് പൈങ്കിളിനോട് പാട്ട് നന്നായി എന്നുള്ള കമൻറ്റ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കത് കാണുമ്പോൾ വളരെ സന്തോഷമാവുകയാണ് ഗായ്സ്. എന്തുകൊണ്ടും അവരുടെ പാട്ട് മൊത്തത്തിൽ ആ ടീം മൊത്തത്തിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും അതേ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു ഉത്സവ പറമ്പിലിരുന്നൊരു ഫീലാണ് മൊത്തത്തിൽ കിട്ടുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും പകരെ വിളിച്ച് അങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് പൈങ്കിളിക്ക് ഇരിക്കാനൊരു സമയമില്ലാത്തൊരവസ്ഥയായിരുന്നു. പൈങ്കിളിന് ഓരോ കുട്ടികളെ വിളിച്ച് പൈങ്കിളിനോട് ഹായ് ഹൂയ് ഹായ് നന്നായി പാടി ഇത് തന്നെയായിരുന്നു കേൾക്കാനുണ്ടായിരുന്നത്. അങ്ങനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പങ്ങനെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും കൈ കൊടുത്ത് മടുത്തു ഗായ്സ്. A few moments later. ഗായ്സ് അപ്പോൾ ഇത് കഴിഞ്ഞ പാടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ ഫോൺ ഇപ്പോൾ ഇവിടെ ഓഫാകാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഇത്ര നേരം എൻ്റെ ഫോൺ 1% പിടിച്ചു നിന്നത് എനിക്ക് തന്നെ അത്ഭുതമായി തോന്നുകയാണ് ഗായ്സ്. അപ്പോൾ 8:45 ആയപ്പോഴേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം ഓൺ ദ വേ വരുന്നുണ്ട് കേട്ടോ. ബൈ.